എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വന്നിട്ട് കുട്ടികൾക്ക് എളുപ്പത്തിലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് മൈദയും ആട്ടയും കൂടി 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഓരോ ചേരുവ വീതം നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. പിന്നെ ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ചേരുവകളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. 1/2 കപ്പോളം സവാള ഇതേ കണക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. നമ്മുടെ ആവശ്യാനുസരണം മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. പിന്നെ ഈ മുട്ടയൊക്കെ ഒന്ന് കടുവറുത്തെടുക്കാനും ഒന്ന് വഴറ്റിയെടുക്കാനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. കുറച്ച് ജീരകം ഇട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. മസാലകൾ ഓരോന്ന് വീതം നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് മുട്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തൊന്ന് പരത്തി വയ്ക്കാം. അപ്പോൾ ഇതേ കണക്ക് ഞാനിതൊന്ന് വലിപ്പം കട്ടിയിൽ തന്നെ പരത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും മസാല അത് നമുക്കിതിലേക്ക് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്കിതിലേക്ക് മസാല കൂടുതൽ ചേർക്കാം. ഇതേപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വീട്ടിൽ ഫോർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു ഡിസൈൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കണക്ക് ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരെണ്ണം കൂടി റെഡിയാക്കി എടുക്കാം. അടുത്തതായിട്ട് മാവിനകത്തേക്ക് തന്നെ നമ്മൾ കുറച്ച് മുട്ട മസാല ഇടാം. സവാള വഴിച്ചത് നന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ല ഒരു എരിവും അതിൻ്റെ മസാലയുടെ ഒരു ടേസ്റ്റും കൂടി വരാൻ വേണ്ടി. അപ്പം മാവിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് ഫില്ലിങ് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ മാവൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ആദ്യമേ കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മസാലയുടെയൊക്കെ ആ ടേസ്റ്റ് ഇതിൽ നന്നായിട്ട് കിട്ടും.
ഇതൊരല്പം കട്ടിയായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് മുട്ട റെഡിയാക്കി വെച്ചതിലേക്ക് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണക്ക് മസാല നമ്മൾ മാവിൽ ചേർത്ത് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ അതിനൊരു വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഞാൻ 1-2 ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം നല്ല ഓയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഓയിലെടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ നല്ല ചൂടായതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ ഒന്ന് കോരി ഒഴിച്ചത് നല്ലതായിട്ടൊന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇരുവശവും ഇതേ കണക്കൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഈസി അവൈലബിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലൊരു ഇത് കണക്ക് സിമ്പിളായിട്ട് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ അപേക്ഷിച്ച് വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് ചേരുവകളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഈവനിങ് സ്നാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ. ഇനി പുതിയൊരു വിഭവമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.